ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഇങ്ങനെ അതന്നെ ഗൈസ്, ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വിചാരിച്ചിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. ഓക്കെ, ഞാൻ നല്ല എനർജിയാണ് ഗൈസ്. ഞാൻ എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലാണ്, അവിടെ ആരും കളിക്കാനില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്നും. പിന്നെ വെളിച്ചം കുറവായിരിക്കും, കാരണം എൻ്റെ ലൈറ്റിന് വെളിച്ചം കുറവാണ്. അപ്പം ഞാൻ സ്വന്തം എന്തൊക്കെ കളിച്ചോണ്ടിരിക്കുന്നു. എന്താ കളിക്കണേ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇടി ലൈറ്റുണ്ട്, കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. 5 രൂപ ഉള്ളു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ലെവലാക്കട്ടെ. ഇതിൻ്റെ കോലം കണ്ടാലേ റോഡ്. ഞാൻ 2 കെട്ട് വാങ്ങിച്ചു. പൈസ കേട്ടോ. പൈസ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനത്തെ കുഞ്ഞ് പൈസ ഉണ്ടാവില്ലേ, അത് ഞാൻ വാങ്ങിയതോട്ടോ. എന്നിട്ട് ക്യൂട്ടാണ്. ഞാൻ കാണിച്ചു തരാം, കാണാത്തവർ കണ്ടോളൂ. ഞാൻ ഈ പൈസ അങ്ങോട്ട് കളിച്ചെടുക്കില്ല. റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന പൈസ ഇങ്ങോട്ട് ശരിക്കത്തെ പൈസ കുഞ്ഞതാക്കിയ പോലെ കുറേ ഉണ്ട് കേസിൽ. കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്, അത്രത്തോളം ഉണ്ട്. ഇതൊക്കെ നമുക്ക് റിയലായിട്ട് കിട്ടണമെങ്കിൽ ഭാഗ്യശാലി ആകുമായിരുന്നു നമ്മളൊക്കെ, എന്ന് പറയാൻ. പോയത് കിട്ടി. അല്ല, കിട്ടി, പോയത് പോയി. അല്ല, പോയത് പോയി, കിട്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നല്ല ക്യൂട്ടാട്ടോ. ഞാൻ 100 കിട്ടും വാങ്ങിയതിനു. ഇങ്ങനെ ഇങ്ങോട്ട് അത് വാങ്ങിയാൽ അങ്ങനെ ആക്കിയതാ. 100 കറക്റ്റ് റിയലിസ്റ്റിക് ഗാന്ധിജിൻ്റെ പിക്ചറൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളതില്ല പറഞ്ഞ കംപ്ലൈൻറ്റ് ഉണ്ടാക്കാം. അത് ക്യൂട്ടായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഈ പൈസ കൊണ്ട് വെറുതെ എന്തൊക്കെ കളിക്കും. കളി എന്താ പറഞ്ഞാൽ പറയാറ്റില്ല. കളി എന്താ പറയാറ്റില്ല. അമ്മാതിരി കളിയൊക്കെയല്ലേ ഞാൻ കളിക്കണത്. റിംഗ് ലൈറ്റ് വീട്ടിലുള്ള ഞാൻ ഈ ലൈറ്റ് വെച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇതിനിപ്പോൾ വെളിച്ചം കുറഞ്ഞു. അപ്പം ഞാനെന്ന് വെച്ചു ഇതൊന്ന് അടച്ച് പൂട്ടി വെക്കാൻ വിചാരിച്ചു. അപ്പം ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ക്രാഫ്റ്റ്, ക്രോഷേ അങ്ങനത്തെ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കണ്ടിഷ്ടപ്പെടണമൊക്കെ ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കും. ഒന്നെങ്കിൽ ഞാൻ വാങ്ങും, ഓടി എടുക്കും. എനിക്ക് ഇപ്പം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ടാബ് വാങ്ങാനൊക്കെ നല്ല ആഗ്രഹമുണ്ട്. ഇനി അപ്പോൾ പൈസ സ്വർക്കും ഇട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു കുറ്റിയിലോ എങ്ങനെയൊക്കെ പൈസ ഇങ്ങനെ ശേഖരിക്കും. എനിക്ക് പൈസയൊക്കെ ഇങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് എൻ്റെ ഇഷ്ടമുള്ള വാങ്ങാനോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിലോ, ഇപ്പം എന്തെങ്കിലും ഉമ്മാക്കോ വാപ്പാക്കോ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വന്ന പൈസ അല്ലെങ്കിൽ കൊടുക്കാനോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പിന് പൈസ സ്വർക്കൂട്ടി വെക്കണമെന്ന് നല്ലതാണ്. ആ ശീലം എനിക്ക് തോന്നുന്നത് നല്ലൊരു ശീലമാണ്. കാരണം എന്താ വെച്ചാൽ എന്നോട് തന്നെ കുറേ പേര് പറഞ്ഞാണ് അത് നല്ലൊരു ശീലമാണ്, അങ്ങനെ വളർന്ന് വരണം എന്നൊക്കെ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതിൽ എന്താ പറയുക, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൈസ സ്വർക്കൂട്ടാനും ഇതിനൊക്കെ നിന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ല ഉണ്ടാവും കേട്ടോ. നേരത്തെ ഒരാൾ അച്ചിന്ന് കേട്ടില്ലേ, അത് ഈ റോട്ടിൽ കൂടെ ഒരാൾ പോയപ്പോഴൊരു ഒച്ചയാണ്. മൈൻഡ് ചെയ്യണ്ട, നമ്മൾ മൈൻഡ് ചെയ്യില്ലല്ലോ. പിന്നെ അങ്ങനെ ഒരാളാണ്. എനിക്ക് പൈസ സ്വർക്കൂട്ടാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെതായ കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ ഒരാളെ കാര്യം, മറ്റാളെ കാര്യം, അതിൻ്റെ കാര്യം, ഇതിൻ്റെ കാര്യം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ കാര്യമുണ്ട്. അതിൽ ഞാൻ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മക്കാണെങ്കിലും പാപ്പാക്കാണെങ്കിലും കാക്കൂക്കാണെങ്കിലും എല്ലാം ഞാൻ എനിക്ക് പറ്റുന്നിടത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
പിന്നെ എന്നുണ്ടെങ്കിൽ ക്രാഫ്റ്റ് കട്ലൈ ക്ലൗഡ്സ് എന്നുള്ളത് യൂട്യൂബ് കണ്ടപ്പോൾ തൊട്ടിക്ക് ക്രാഫ്റ്റിനോട് പൂതിയായി. ലിൽത്തിങ് എന്ന് പറഞ്ഞൊരു ചാനൽ കണ്ടപ്പോൾ തൊട്ടിക്കും ക്രോഷനോട് പൂതിയായി. എനിക്ക് ഇങ്ങനെ ഓരോ ഇങ്ങനത്തെ ക്യൂട്ട് എസ്തറ്റിക് സാധനങ്ങൾ, റൂം മേക്ക് ഓവർ അങ്ങനത്തെയൊക്കെ പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പൂക്കി പോലെയൊക്കെ കുറേ സാധനം ഉണ്ടാവില്ലേ, ഇപ്പം ചൈനീസ് സ്റ്റിക്കർ ഉദാഹരണത്തിനും അങ്ങനത്തെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഉണ്ട് എൻ്റെ വീട്ടിൽ, ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ അല്ലെങ്കിൽ ഒറ്റ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റ കളിക്കാന്ന് വെച്ചാൽ ബോറായിരിക്കും, പക്ഷെ എനിക്കിഷ്ടമാണ്. ഞാൻ ഒന്നെങ്കിൽ പാവക്കുട്ടികളൊക്കെ വെച്ച് ടീച്ചറും കുട്ടിയും കളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ തിയേറ്ററൊക്കെ കൗണ്ടറിലൊക്കെ ഇരിക്കണം. ഇപ്പം ഞാനതാ കളിച്ചത്. കൗണ്ടറിൽ ഇരുന്നിട്ട് പൈസയൊക്കെ ടിക്കറ്റൊക്കെ എടുക്കണ ആളായിട്ടിരിക്കും. പോലീസും കളിയും കളിക്കും. ഒറ്റയ്ക്ക് തന്നെ കേട്ടോ, ഡോക്ടറും കുട്ടിയും കളിക്കും. എന്തെങ്കിലും എഴുതിയും കുത്തിയൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. സെൽഫിനോട് എന്തോ നല്ല താല്പര്യം. എനിക്ക് സെൽഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സെൽഫ്. പിന്നെ എൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ പ്രൊഫൈലിന് ഉദ്ദേശിച്ച നമ്മളെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എന്നെ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. എൻ്റെ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് എരുമുണ്ടാണ്. നിലമ്പൂർ എരുമുണ്ട. പിന്നെ ഇതിപ്പോൾ ഞാൻ പാതിരിപ്പാടം സ്ഥലത്താണ്. എൻ്റെ വാപ്പാൻ്റെ വീട് ഈ ഞാൻ പറഞ്ഞ പോലെ പാതിരിപ്പാടത്താണ്. എൻ്റെ ഉമ്മാൻ്റെ വീട് മാമാങ്കര എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. അങ്ങനെ ഒക്കെയാണ്. ഞാൻ 5th പഠിക്കണത്. പിന്നെ ഞാൻ 10 years ഓൾഡാണ്. പിന്നെ ഇപ്പം എന്താ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. ബട്ട് എനിക്കിഷ്ടമുള്ളത് 13 വയസ്സിലാണ്. 13 വയസ്സിലാണ് എനിക്കെല്ലാ ആഗ്രഹങ്ങളൊക്കെ ഉള്ളത്. പകുതിയോളം എൻ്റെ പല്ലൊന്ന് വൃത്തിയാക്കണം. പിന്നെ എനിക്ക് അപ്പം ഒരാഗ്രഹമുണ്ട്, അത് ഞാൻ പറയൂല. അത് നേടുമെന്ന് അറിയില്ല, നേടിയ ഞാൻ പറയുന്നത്. പിന്നെ എനിക്ക് അങ്ങനത്തെ കുറേ ആഗ്രഹങ്ങളൊക്കെ 13 വയസ്സിലാണ്. അതിനാണ് ഞാൻ കാത്തിരുന്നത്. പക്ഷെ എനിക്ക് 10 വയസ്സായിട്ടുള്ളൂ. പക്ഷെ എന്നെ കണ്ടാൽ തോന്നും 13 ഒക്കെ ആയിരിക്കുന്നു. ബട്ട് 10 വയസ്സായിട്ടുള്ളൂ. അഫ്കോഴ്സ് കോമഡിയാണ്. ഓക്കെ, ഞാൻ പറയണ കേൾക്കുന്നുണ്ടോന്നും കൂടി എനിക്കറിയില്ല. ബട്ട് ഞാൻ നല്ല സൗണ്ട് കുറച്ചിട്ട് പറയണം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ റോഡിൽ കൂടെ ഒക്കെ ആൾക്കാർ നല്ല നടന്നു കൊണ്ട് എന്തോ ഉറക്കം പറയാൻ ഒരു മടി. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത് കേട്ടോ, ഒന്ന് വിചാരിക്കല്ലേ. ഇനി എന്നെ കുറച്ച് പറയാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ കുറച്ച് പറയാം. എൻ്റെ ഫ്രണ്ട്സിനെ കുറച്ച് ഓക്കെ, ജസ്റ്റ് കട്ടായി പോയി അവിടെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഫ്രണ്ട്സിനെ പറയുകയാണെങ്കിൽ എനിക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള ഒരു ഫ്രണ്ട്. അതാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് മൈ ലൈഫ്. എൻ്റെ ലൈഫിൽ എനിക്ക് കുറേ അറിവുകളും എനിക്കും മാറാനുള്ള മാറ്റങ്ങളും ഒക്കെ മാറാനുള്ള കാരണം ചിലതൊക്കെ ഓളായിരിക്കും. അവളെ പേര് മെഹന എന്ന പേര്. ഞങ്ങളെ ഒരേ മുഖാട്ടും, ഞങ്ങളെ വ്യത്യാസമില്ല. പക്ഷെ എന്നെ കുറച്ചും കൂടി ഇത്രയാണ് ഓള്. കുറച്ചും കൂടി ഹൈറ്റ് എത്തിയാൽ എൻ്റെ അത്ര ഉണ്ടാവും. അപ്പം മൊത്തത്തിൽ ഏറ്റ കുട്ടിയാന്ന് പറയും. ഉറപ്പാണ്, എല്ലാവരും പറയുന്നുണ്ട് ഞങ്ങളെ കാണാൻ ഒരേപോലെ ഉണ്ട് എന്ന് പറയലുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു ചങ്കിൻ്റെ ഗ്രൂപ്പുണ്ട്.
ആ ചങ്കിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ 4 ഫ്രണ്ട്സാണ് ഞങ്ങളൊറ്റൊരു ഗ്യാങ്ങാണ്. ഞാൻ, ഈ പറഞ്ഞ മെഹന, പിന്നെ ലിബീബ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, അയോണ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഈ 4 പേരാണ് ഞങ്ങൾ ചങ്കാണ്. ഞങ്ങൾ 5ാം ക്ലാസ്സിൽ നിന്നാണ് ലബീബി അയോണയും വന്നത്. മെഹന പിന്നെ അറിയാലോ. ഇത്രക്കുള്ള എൻ്റെ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ ഞാൻ പറയുമ്പോഴത്തേനും എല്ലാവർക്കും നടത്തി തരും കേട്ടോ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എന്തെങ്കിലും വേണം പറഞ്ഞാൽ അത് എൻ്റെ വാപ്പയായാലും ഉമ്മയായാലും വാങ്ങിത്തരും. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടത്തി തരും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാറില്ല. ഒരു മ്യൂസിക് കേൾക്കില്ലേ, ടിവിൻ്റെ കേട്ടോ, ടി വി. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഞങ്ങളെ ക്ലാസ് ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല കോമഡി ആയിരിക്കും, ചിലപ്പോൾ പക്ഷെ എനിക്കിഷ്ടമാണ്. പിന്നെ എൻ്റെ ഹാൻഡ് റൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഐഷാന്ന് എനിക്ക് മോഡൽ എഴുതാണെങ്കിൽ, ഞാൻ സാധാ പോലെ എഴുതാണെങ്കിൽ ഐഷാന്ന് ഇങ്ങനെ എഴുതുള്ളൂ. അയ്യോ തെറ്റിപ്പോയി, അവിടെ എഴുതാൻ കഴിയില്ല, അവിടെ മുകളിൽ എഴുതട്ടെ. ഐഷാണ് ഇങ്ങനെ കാണുമല്ലേ, ഒരു മിനിറ്റ്. ഓക്കെ, ഞാൻ എഴുതി തരാം. കാണാൻ പറ്റൂല കേട്ടോ. കാണൂല. ഒരു സിമ്പിളൊരു സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഞാൻ പിന്നെ ചിലപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ എഴുതും, ചിലപ്പോൾ കുഞ്ഞതാക്കി എഴുതുമ്പോഴാകും എൻ്റെ ഒരു വലുതാക്കല്. പിന്നെ ഞാൻ വൃത്തിക്ക് ചെയ്തണെങ്കിൽ ഉള്ളത് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു തരാം. എൻ്റെ കണ്ണിൽ കുറേ നേരെ ഒരു പാത്ത് ഇങ്ങനെ കണ്ട് കറങ്ങണം. എനിക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് കാണൂല ഗൈസ്. ഞാൻ മഷിയില്ലാത്തൊരു പേൻ എടുത്തിട്ട് എൻ്റെ ഒരു ഞാൻ മോഡൽ എഴുതണമെങ്കിൽ കേഴ്സി ഹാൻഡ് റൈറ്റാണ്. അല്ലാതെ തന്നെ നമ്മൾ സാധാരണ എഴുതണ പോലെ പിന്നെയോ പിന്നെ വെച്ചാൽ പിന്നൊക്കെ പറയാനാണെങ്കിൽ എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോയെന്നാണ്. എനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ല. പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്? പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ ഒക്കെ കുഞ്ഞു കാര്യങ്ങളാണ് എൻ്റെ ലൈഫിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ലൈഫൊക്കെ ഞാൻ മുഴുവൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഷവർമ്മ.
പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസ് ചിക്കു ജ്യൂസ് പറയാനില്ല ഗൈസ്. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഞാൻ ചിക്കു ജ്യൂസ് എന്നെ പറയുള്ളൂ. അങ്ങനെ ഒരു ശൈലി ആയിപ്പോയി എന്ന് പറഞ്ഞാൽ ആയിപ്പോയി. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ലൈഫ്. എനിക്ക് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് സെൽഫിനോടാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കേട്ടോ, സെൽഫ് കാര്യങ്ങളോടാണ്. അപ്പം എനിക്ക് കുഞ്ഞു കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊഞ്ചിക്കാരും എടുക്കാനും ഇഷ്ടാനും മടിയിലിട്ടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നിങ്ങളെ ലൈഫിൽ എന്തൊക്കെയുള്ള കമൻറ്റ് ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. കുറേ ടൈം ലേറ്റായി. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.